ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പവിത്രത്തിൽ നമ്മുടെ വേദിക്കാക്കാൻ ജോലി ശരിയാവാണ് കേട്ടോ. പിറ്റേ ദിവസം തൊട്ട് ജോലിക്ക് ചെന്നോളാം മാനേജർ പറയുകയാണ്. അങ്ങനെ വേദ വിക്രത്തിൻ്റെ അടുത്ത് പറയുകയാണ്, എനിക്ക് നാളെ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ചോറ് കൊണ്ടുപോകണം. അതിൻ്റെ ഒരു ചുറ്റുപാത്രമൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. അതിൽ ചോറും കറി ആക്കി തരൽ വിക്രുവിൻ്റെ ഉത്തരവാദിത്തമാണെന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ചോറും കറിയൊക്കെ ഞാൻ ഉണ്ടാക്കിത്തരാം, നീ ജോലിക്ക് പോകണോട് എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല എന്ന് വേദയോട് പറയാണ് കേട്ടോ. അപ്പോൾ വേദ വിക്രത്തിനെ സമാധാനിപ്പിക്കുകയാണ്. അപ്പോൾ ഒരേ കാര്യങ്ങൾ ചെയ്യണ കാണുമ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, ഇതെല്ലാം വിക്രം എങ്ങനെ പഠിച്ചു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയാണ്, ജയിലിൽ കിടന്നില്ലേ കുറച്ച് കാലം, അപ്പോൾ അവിടെ അടുക്കളയിൽ ജോലി ചെയ്ത് നല്ല പരിചയമുണ്ട്, അതാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണേന്ന് ഇങ്ങനെ വേദയോട് വിക്രം പറയുകയാണ് കേട്ടോ. അത് ചോദിക്കുമ്പോൾ വേദയ്ക്ക് വിഷമാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വേദ പിറ്റേ ദിവസം നല്ല നൈറ്റിയൊക്കെ ഇട്ട് ഷർട്ടൊക്കെ മുകളിലേക്ക് അതിലിട്ട് ഇങ്ങനെ കടന്നു വരികയാണ് കേട്ടോ. അപ്പോൾ വിക്രം അത് കാണുമ്പോൾ തന്നെ ഇങ്ങനെ ഭയങ്കര ആശ്ചര്യത്തായിട്ട് നോക്കുകയാണ്. എന്നിട്ട് മേരിച്ചിയോട് ചോദിക്കുന്നുണ്ട്, വേദ എങ്ങനെയുണ്ട് മേരിച്ചി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മേരിച്ചിക്ക് പകരം വിക്രം പറയാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട്, ഇപ്പോൾ തേയില നുള്ളണ കമ്പനിയുടെ പരസ്യത്തിൽ ഉള്ള പെണ്ണിനെ പോലെ ഉണ്ട് നിന്നെ കാണാൻ എന്നൊക്കെ ഇങ്ങനെ വേദന പറഞ്ഞ് കളിയാക്കാണ് കേട്ടോ. അതൊക്കെ വേദ നിസ്സാരം പോലെ ഇങ്ങനെ ചിരിച്ച് തള്ളിയിട്ട് പോവാണ്. അപ്പോൾ മേരിച്ചി പറയണ്ടേ, ഇപ്പം എൻ്റെ പെണ്ണ് ഇങ്ങനെ തേയില നുള്ളാൻ പോകണു, 2 ദിവസം കഴിയുമ്പോൾ എൻ്റെ പെണ്ണിൻ്റെ കളറ് പോയി എന്നും പറഞ്ഞ് നീ പരാതിയായിട്ട് വരരുതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അങ്ങനെ വേദ വിക്രത്തിനോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് തേയില നുള്ളാനായിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, 9 ദിവസം അനിയൻകുട്ടനെ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോയ ശേഷം അനിയൻകുട്ടനെ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോകണം. അപ്പോൾ പറയുകയാണ്, ഗീവർഗീസ് പറയുകയാണ്, വിക്രത്തിനും അവിടെ ഒരു പണി ശരിയാക്കിയിട്ടുണ്ടെന്നൊക്കെ പറയുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വേദ തേയില നുള്ളാനായിട്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പം നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി എന്താവുമെന്ന്. നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.